നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജേന്ദ്രൻ സാർ, നമസ്കാരം. നമസ്കാരം. സാറ്, ഒരു ഡൽഹിയിൽ നിന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. വലിയ ചർച്ചയായിട്ടില്ല. അതായത് ഇടയ്ക്ക് നേരത്തെ ഇത് സംബന്ധിച്ച് പലവൊരു ചർച്ചകൾ നടന്നതാണ്. നമ്മുടെ BJPയുടെ ദേശീയ നേതൃത്വത്തിൽ ഒരു വലിയ അഴിച്ചുപണി നടന്നല്ലോ. അതിനോടനുബന്ധിച്ചും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും പ്രസക്തമാകുകയാണ്. അതായത് സമീപ ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര മന്ത്രിസഭ വലിയ രീതിയിൽ അഴിച്ചു പണിയും എന്നാണ് ആ വാർത്ത. അതായത് വളരെ കാതലായ മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകും. മന്ത്രിസഭയ്ക്ക് കുറെ കൂടെ ചെറുപ്പം ആകും എന്നാണ് കേൾക്കുന്നത്. അതായത് യുവാക്കൾക്കും യുവതികൾക്കും ചെറുപ്പക്കാരായ ജനപ്രതിനിധികൾക്ക് വലിയ അവസരങ്ങൾ കൊടുക്കും എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് സാർ ഇതേക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അതിൻ്റെ ഊന്നൽ ആദ്യം തന്നെ പറയാം, പിന്നെ വിട്ടുപോകാതെ. നമ്മുടെ ഭാരതത്തിൻ്റെ ഡെമോഗ്രഫിയുടെ ശരാശരി വയസ്സ്, ആയുസ്സല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, 29. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മന്ത്രിസഭ വളരെ പ്രായമേറിയ മന്ത്രിസഭയുടെ പ്രായം ഒന്ന് കുറക്കുക. സാധാരണഗതി കാലം കഴിയും തോറും നമ്മുടെ പ്രായം കൂടിക്കൂടി വരും. ഈ മന്ത്രിസഭ ഓരോ മന്ത്രിസഭാ വികസനത്തിലും അതിൻ്റെ പ്രായം കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ വികസനം 2047 വികസിതമാക്കുക, ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളത്. വികസനം എന്നുള്ളത് അവിടുത്തെ വികസനമല്ല. ഇവിടെ മന്ത്രിസഭയുടെ വികസനം വരുമ്പോൾ അതിൻ്റെ പ്രായം കുറഞ്ഞിരിക്കണം, അവിടുത്തെ സ്ത്രീമുഖങ്ങളുടെ എണ്ണം വർദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കൂടണം. അങ്ങനെയാണ് അതിനെ ഒരു വികസിതമായിട്ടുള്ള മന്ത്രിസഭയാക്കി കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടീഷൻ ഇതാണ്, ഇതിന്റെ ഊന്നൽ എന്ന് പറയുന്നത് ഇതാണ്. അല്ല സാറേ, ഇടയ്ക്ക് ഇങ്ങനെ കേട്ടായിരുന്നു. അതായത് RSSന് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ചെറുപ്പക്കാരെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. ഈ പിന്നെ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരെ, ഇപ്പം മോദി പോലും വാസ്തവത്തിൽ 75 കഴിഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് RSSും താല്പര്യപ്പെടുന്നുണ്ട്, അതിയായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കി. തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള ഒരു സാമൂഹിക പഠനം തന്നെയാണ്. ആ പഠനം ഇതൊന്നും ഒരു വലിയ ആജ്ഞയായിട്ട് അടിച്ചേൽപ്പിക്കുകയല്ല, അങ്ങനെയല്ല, ഒരു നിർദ്ദേശമായിട്ടും ഒരു സമവായമായിട്ടും അവതരിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതാണല്ലോ രാഷ്ട്ര നന്മ, അവരുടെ ലക്ഷ്യം തന്നെ. പ്രശാന്തിന് അറിയാം, മന്ത്രിസഭയ്ക്ക് പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ രാജ്യത്തിനും പ്രായം കുറഞ്ഞിരിക്കുന്നു. പ്രായം കുറഞ്ഞതിന്റെ അപക്വതകൾ ഉണ്ടാകാതെ ഇരിക്കണം. അപ്പൊ പ്രായമായവരും വേണം. ഇതിന്റെ ഒരു സമ്മിശ്രമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട NDA കേന്ദ്രങ്ങളെ ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ, NDA അല്ല, ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഉറക്കം കെടുക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, ദ്രാവിഡ പാർട്ടിയായിട്ടുള്ള DMK ഈ NDA മുന്നണിയിലേക്ക് ചേരുകയാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ മഹാബലിപുരത്ത് അധ്യക്ഷത വഹിച്ച സദേൺ സോണൽ കൗൺസിൽ മീറ്റിംഗ്, മുല്ലപ്പെരിയാർ അതിൽ ചർച്ചയായതാണ്, അത് നമുക്ക് മാറ്റിവെക്കാം. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം അണിയറയിലിരുന്ന് സാധിച്ചത്, ഈ DMKയെ നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാത്ത ഡീലിമിറ്റേഷൻ ബിൽ എന്ന് പറയുന്നത്, അത് ഒരു കണ്ടീഷണാലിറ്റി മാത്രമാണ്. എന്തിൻ്റെ കണ്ടീഷണാലിറ്റി? വനിതാ സംവരണ ബില്ലിൻ്റെ ഒരു കണ്ടീഷണാലിറ്റിയാണിത്. ബില്ലിൽ ഇത് രണ്ടും കൂടെ ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും വായിക്കാൻ കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇവരിത് കൂട്ടിക്കെട്ടുകയാണെന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഇതൊന്നും പഠിച്ചും വിവരമില്ലാത്ത കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചേ നടപ്പാക്കാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മൾ പാസ്സാക്കിയിരിക്കുന്നത്. ഇതിനി അതിന് ഡീലിമിറ്റേഷനും കൂടി ചേർത്ത് ഇരു പാർലമെൻറ്റുകളുടെയും അംഗീകാരം കിട്ടണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ഈ 3/2 ഭൂരിപക്ഷത്തിലേക്ക് ഒരു സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ദക്ഷിണാപഥത്തിലെ സഞ്ചാരമാണ് ഇപ്പോൾ അമിത്ഷാ ഈ സോണൽ മീറ്റിങ്ങിൽ വന്നപ്പോൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോയത്. അത് ശരി, വലിയൊരു അത്ഭുതമാണ്. അത് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ വലിയൊരു ഇന്ദ്രജാലമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. സത്യമെന്ന് തോന്നുന്ന കാര്യം 370 വകുപ്പ് എടുത്തു കളയുക സത്യമല്ല. നെക്സലിസം 2064 തുടച്ചു നിൽക്കുക. നെക്സലൈറ്റ് പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് പറയാം, നമ്മൾ ഹൃദയം തുറന്ന് നോക്കിയാൽ നമുക്ക് ബാലികേറാമല എന്ന് നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങൾ. ആ പോരും 2026 മാർച്ച് 31 ഇന്ത്യ നക്സൽ മുക്തമാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിന് മുമ്പേ 2026 ഡിസംബർ വരെ പോകേണ്ടി വന്നില്ല. അതിന് മുമ്പേ ഈ ഓഗസ്റ്റ് 15 ബാലികേറാമല എന്ന് കരുതിയിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യൻ
ഇന്ത്യൻ സൈന്യം, പതാക. അതുപോലെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തപ്പെട്ടു. ചെങ്കൊടി മാത്രം പാറിയിരുന്ന കാനന സ്ഥലികളിൽ, അതുപോലുള്ള പ്രദേശങ്ങളിൽ പിന്നെ എന്താ പറയുക, ബാലികലാമല എന്ന് പറയുന്നത് പോലെ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിൽ, ഹോറിഫൈങ് ആയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞു. സാർ, ഇവിടെ ഇപ്പോൾ ഈ അങ്ങ് DMKയുടെ കാര്യം പറഞ്ഞു. ഈ മുമ്പ് ഇങ്ങനെ ചില സാധ്യതകളെ കുറിച്ചൊക്കെ പല ചർച്ചകളും നടന്നിരുന്നു, പല ചാനലുകളും ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങ് പറയുന്നത് പോലെ ഇത്ര കണിശമായി നമുക്ക് അങ്ങനെ ഒരു നിർണയത്തിലേക്ക് എത്താൻ കഴിയും. കാരണം ഇപ്പോൾ ഒരു പക്ഷം പിടിക്കുന്നതിൽ നിന്ന് DMK ഒരു ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠത എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടോ FCRA ബില്ലിൻ്റെ കാര്യത്തിൽ എന്താണ് അവർ സ്വീകരിച്ച നിലപാട്? FCRA ബില്ല് വേണമെങ്കിൽ പാസ്സാക്കാൻ പറ്റുമായിരുന്നു, അതിന് ഈ ഭേദഗതിയൊന്നും വേണ്ട, 3/2 ഭൂരിപക്ഷവും വേണ്ട. അവരെന്തുകൊണ്ടാണ് പാസ്സാക്കാതിരുന്നത്? DMK പറഞ്ഞതുകൊണ്ടാണ്. പ്രധാനമായിട്ടും JPCക്ക് വിടണം എന്നുള്ള നിർദ്ദേശം DMKയുടെ ഒരാവശ്യമായിരുന്നു, ഒന്ന് മാത്രമാണ്. അത് വിട്ടുകഴിഞ്ഞ്, കാരണം അവിടെ പരിവർത്തിത ക്രൈസ്തവർ കൂടുതലും ദ്രാവിഡിയരായിട്ടുള്ളവർ, പിന്നാക്കാവസ്ഥയിൽ തന്നെ കഴിയുന്നവരെല്ലാം വോട്ട് ചെയ്യുന്നത് DMKയ്ക്കാണ്. അപ്പോൾ അവരുടെ താല്പര്യം, അവരുടെ മാസ് ബേസ് അവർക്ക് നോക്കിയേ പറ്റൂ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സഭയ്ക്ക് ഇതിന് കുഴപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ഇതിന് കുഴപ്പമില്ലെങ്കിൽ അത് പിന്തുണയ്ക്കാമെന്നുള്ള വാക്ക് കണ്ടീഷണലായിട്ടാണ് പറഞ്ഞത്. അല്ലാതെ പാടെ നിരാകരിക്കുക എന്നുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ സ്വീകരിച്ച നയമല്ല അവർ സ്വീകരിച്ച കണ്ടീഷണൽ. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്ത് വിശദീകരിച്ചു ഇത് കുഴപ്പമില്ലാത്തതാണെന്ന് അമിത്ഷാ കൺവിൻസ് ചെയ്തു. കാരണം ഏത് ബില്ലും സവിസ്തരം പഠിച്ച് അതിൻ്റെ ഓരോ പോയിന്റും അറിയുന്ന ആളാണ് അമിത്ഷാ. അല്ല ചുമ്മാതെ കാര്യങ്ങൾ പഠിക്കാതെ രാഹുൽ ഗാന്ധിയെ പോലെ പേക്കൂത്ത് നടത്തുന്ന ഒരാളല്ല. കാര്യങ്ങൾ അതാണ് വ്യത്യാസം ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട. സാർ, ഈ അങ്ങ് DMKയുടെ കാര്യത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിരിച്ചു പോകാം. DMK ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് മുന്നണിയിൽ നിന്ന് മാറുന്നു, ഒരു സ്വതന്ത്ര ബ്ലോക്ക് ആയിരിക്കുന്നു സഭയിൽ, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും. ഞങ്ങൾക്ക് ഒരു മുന്നണിയോടും കൂറില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. മാത്രമല്ല, അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ച FCRA ബില്ലിൻ്റെ കാര്യത്തിലും അതുപോലെ വനിതാ സംവരണം ഡീലിമിറ്റേഷൻ ബില്ലിൻ്റെ കാര്യത്തിലും DMK പറഞ്ഞത്, ഔദ്യോഗികമായിട്ട് സ്റ്റാലിൻ ഉൾപ്പെടെ പറഞ്ഞത്, വിഷയാധിഷ്ഠിത പിന്തുണ BJPക്ക് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിലും അവർ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. FCRAയുടെ കാര്യത്തിൽ മാത്രമല്ല, ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിലും തമിഴ്നാടിന് ദോഷം വരാത്തതാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാം എന്നൊരു ഇതാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ അവിടുന്ന് ഒരുപടി കൂടെ കടന്നാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ചേരാമെന്നുള്ള ഒരു തലത്തിലേക്ക് ആ ചർച്ച പോയെങ്കിൽ അത് കുറെ കൂടി ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയും NDA മുന്നണിയുടെ കെട്ടുറപ്പും, അതായത് അങ്ങ് പറഞ്ഞ 3/2 ഭൂരിപക്ഷത്തിലേക്ക് NDA സഖ്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും ശരത് പവാറുമായിട്ടും ചർച്ചയുണ്ട്, അവരുടെ 8 MP ഉണ്ട്, ചർച്ചയുണ്ട്. പിന്നെ തൃണമൂൽ കോൺഗ്രസ് 20 പേര് മാസമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ DMK ഇപ്പോൾ ചേരാൻ പോവുകയാണെന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ലാത്തൊരു വാർത്തയാണ്. ഇത് വളരെ ചാണക്യനായിട്ടുള്ള അമിത്ഷാ ഇത് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ആത്മവിശ്വാസം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അവിടെ അതുപോലെ തന്നെ ജോസഫ് വിജയ് എന്ന് പറയുന്ന ആൾ കാണിച്ച അമിത്ഷായോടുള്ള അടുപ്പവും, അദ്ദേഹം തന്നെ നേരിട്ട് ഹാജരായി, അമിത്ഷായുടെ ഒരു പുച്ഛവുമില്ലാതെ അവിടെ ഹാജരാവുകയെന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന പറഞ്ഞ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം, അണ്ണാമലൈ എന്ന് പറയുന്ന ആള് ഈ DMKയുടെ അതുപോലെ AIDMKയുടെയും നമ്പർ 1 ശത്രുവായിരുന്നു. അപ്പോൾ DMK പണ്ടൊരിക്കൽ AIDMK അതിനു മുമ്പ് ഉന്നയിച്ച ഒരാവശ്യം, അണ്ണാമലയെ BJP രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം. എന്താ കാര്യം? DMK പറയാൻ കാര്യം അവരുടെ കുടുംബത്തിൻ്റെ അഴിമതി മുഴുവൻ കാണിച്ചു കൊടുത്തു, പുറത്തു വരാനുള്ളത് വന്നു. പക്ഷേ ഇതിൻ്റെ പേരിലൊരു അന്വേഷണം, അതുകൊണ്ടാണ് അവർക്ക് ഭരണം നഷ്ടമായതും. അത് അണ്ണാമലയാണ് ഇതിന് കാരണം. എൻ്റെ കിങ് പിൻ അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി നിർത്തുക. അദ്ദേഹം ഒരു കുഴപ്പമില്ല, വേറൊരു പാർട്ടി രൂപീകരിച്ചു. ഇനി ആ പാർട്ടിക്ക് വേണമെങ്കിൽ അതിനും കൂടി NDA മുന്നണിയിലേക്ക് വരണമെങ്കിൽ വരാം. അവർക്കിപ്പോൾ സീറ്റൊന്നുമില്ല, കാര്യമില്ല. അദ്ദേഹം ഇപ്പം ഒരു അധ്യാപകരുടെ സ്റ്റേജിലാണ് രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ലീഡർ, ഹൗ ടു ബി എ ലീഡർ എന്നുള്ളതാണ് വളരെ നല്ല കാര്യമാണത്. കാരണം IPS ഉണ്ട്, രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പ്രാപ്തിയുള്ള ആളാണ്. ഇങ്ങനെ DMKയിൽ നിന്നുള്ള ആളുകളെ കൂടി ചേർത്ത് NDAയിൽ മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ DMKയുടെ പിന്തുണ 100% പോവുക. DMKയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അവർ ഈ കോൺഗ്രസ് കാണിച്ച പോലെ ചതി കാണിക്കത്തില്ല, പിന്തുണ പുറകിൽ നിന്ന് കുത്തില്ല. 2 ഊഴത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ച്
അടിമുടി പിന്തുണച്ച് പിന്നെ CPM ഉം CPI കാണിച്ച പോലെ അമേരിക്കയുമായിട്ട് ആണവ കരാർ ഒപ്പിട്ടെന്നും പറഞ്ഞാൽ പിൻവലിക്കുന്ന പരിപാടി അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ വിശ്വസിക്കാവുന്ന വാജ്പേയിയുടെ കാലത്ത് പോലും അല്ല, അത് മാത്രമല്ല 2004 കരുണാനിധി DMKയും പിന്തുണച്ചില്ലായിരുന്നെങ്കിൽ അന്ന് UPA സർക്കാർ ഉണ്ടാകില്ലായിരുന്നു. അതുപോലെ വാജ്പേയി മന്ത്രിസഭയിൽ അവർ കൂറോടെ നിന്ന ആളാണ്. ആ ഒരു പാരമ്പര്യം കൂടെ ഉണ്ട്. അപ്പോൾ NDAയിൽ വരുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നെ ഇപ്പോൾ അധികാരം സാർ, അങ്ങനെയെങ്കിൽ ഈ DMKയിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടാകാൻ സാധ്യതയുണ്ട്? 2 മന്ത്രിമാർ, ക്യാബിനറ്റ് 2 മന്ത്രിമാരുണ്ടാകും. ഒരാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ മാറി പ്രഹ്ലാദ് ജോഷി അതിൻ്റെ ചുമതല വന്നു. ആ പ്രഹ്ലാദ് ജോഷി വഹിച്ചിരുന്ന വകുപ്പിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരാളിനെ കൊടുക്കും. കാരണം തമിഴ്നാടെന്ന് പറയുന്നത് BJPയുടെ സ്റ്റേക്കാണ്. വളരെ കേരളവും അതുപോലെ കേരളവും സ്റ്റേക്കാണ്. DMK ഇത്രയേ ഉള്ളൂ, എല്ലാം പഠിച്ച് സാവകാശത്തിൽ പക്വതയോടുകൂടി തീരുമാനമെടുത്ത് വരുന്നു. അതേപോലെ തൃണമൂൽ വിമത വിഭാഗം അവർ പെട്ടെന്ന് തന്നെ ചാടി കയറി തീരുമാനം, അവർക്ക് വേറെ വഴിയില്ല, ചാടി കയറി അങ്ങ് തീരുമാനമെടുത്ത് വരികയായിരുന്നു. അപ്പോൾ അതുപോലെ ഉള്ള ഒന്നല്ല. ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കൂടുതലുള്ള പതുക്കെ അത് ചൂട് പിടിച്ചു. ഇപ്പം ചൂട് പിടിച്ചു വരികയുള്ളൂ. മറ്റുള്ള ദ്രാവകങ്ങൾ പോലല്ല, പെട്ടെന്ന് കയറി ചൂട് പിടിക്കില്ല, കത്തുകയില്ല. പതുക്കെയാണ് അതിൻ്റെ സാവധാനം എന്ന് പറയുന്ന പോലാണ്ട് DMK ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സാർ, ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും കിട്ടാനുള്ള സാധ്യത DMKക്ക് ഉണ്ട്. DMKക്ക് ഇപ്പം തന്നെ ഉണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം സാർ. അങ്ങനെയെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന, പ്രത്യേകിച്ചും കോൺഗ്രസിന് ഏറ്റവും വലിയ അടിയായിരിക്കില്ലേ ഈ തീരുമാനം? കിട്ടേണ്ടത് തന്നെയാണ്. കാരണം DMKയുടെ കൂടെ ഒരുമിച്ച് പ്രകടന പത്രിക ഉണ്ടാക്കി, കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി, പരിപാടി നടത്തി പകുതിയായപ്പോൾ മറ്റിടത്ത് അപ്പുറത്തെ പെണ്ണിന് കൂടുതൽ സൗന്ദര്യം ഉണ്ടെന്ന് കഴിഞ്ഞ് കല്യാണം പകുതി സമയമായപ്പോൾ വിജയുടെ കൂടെ ഓടിപ്പോയ ആ പറയുന്ന ചെറ്റ രാഷ്ട്രീയത്തിൻ്റെ ചെറ്റത്തരം കാണിച്ച രാഹുൽ ഗാന്ധിയെ ഒരിക്കലും അവരുമായിട്ട് കൂട്ടിയില്ല. അതിനുള്ള ഒരു ചെറിയ പ്രതികാരം കൂടി. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് പറയാൻ ചോദിക്കാതെ, കാകോലികാഘോഷം എന്ന് പറയുന്ന ഇപ്പോഴത്തെ 2026 പിന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്ന ആൾ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കും. കാരണം ഒരു സ്ത്രീയാണ്. തൃണമൂൽ ബംഗാളിലെ സ്റ്റേക്കുമാണ് എന്ന് മാത്രമല്ല, അവർ ബംഗാളി ജനനി വാഹിനി എന്ന് പറയുന്ന ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ നേതാവുമായിരുന്നു. എന്ന് പറയുന്ന പോലെ കുപ്രസിദ്ധമായ RG Kar മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ഡോക്ടറാണ് അവർ വരാനുള്ള സാധ്യത കാണുന്നത്. പിന്നെ വേറൊന്ന് കേട്ടത്, അത് കോൺട്രോവേഴ്സ്യലാണ്, ദേവേന്ദ്ര ഫഡ്നാവിസ് മന്ത്രിസഭയിലേക്ക് വരുന്നു. അതിൻ്റെ പിന്നിലും ചിലപ്പോൾ ശരത് പവാറിൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. കേന്ദ്രം അവിടെ പിന്നെ മുംബൈയിൽ പുതിയ മുഖ്യമന്ത്രി മുഖം കണ്ടെത്തേണ്ട ആവശ്യമായിട്ട് വരും. അങ്ങനെ കേരളത്തിൽ നിന്ന് ആരാണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കേരളത്തിൽ നിന്ന് ആര് വരാനാ? കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി, മറ്റൊരാളെ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയാ പുള്ളി അതിനാക്കിയത്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സാധ്യതയുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. പി കെ കൃഷ്ണദാസിന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. ഈ അബ്ദുള്ള കുട്ടിയോ? അതൊക്കെ വലിയ ദേശീയ സ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് എടുത്ത് മാറ്റിയതാണ്. ഒരു മന്ത്രിയാക്കാൻ വേണ്ടി മാറ്റിയതാണോ എന്നുള്ള എനിക്ക് സംശയം എനിക്കുണ്ട്. അല്ല സാർ, അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു അബ്ദുള്ള കുട്ടിയേക്കാൾ കൂടുതൽ സാധ്യത നമ്മുടെ മലപ്പുറത്ത് മത്സരിച്ച അബ്ദുൾ സലാം സാറിനുണ്ട്. അദ്ദേഹം ഒരു മികച്ച വിദ്യാഭ്യാസ വിചക്ഷണനാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ മോദി അമിത്ഷാ ടീമിന് RSSനും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരാളാണ്. ഒരു മുസ്ലിം മുഖം കൂടി വരുത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇല്ല, ഒരു മുസ്ലിം മുഖം നേരത്തെ ഉണ്ടായിരുന്നു മന്ത്രിസഭയിൽ, ഇപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു കുറവ് പരിഹരിക്കാനുള്ള. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കേരളത്തിൽ നിന്ന് എന്തായാലും ഒരു സാധ്യത ഉണ്ടാവും. ആരെന്നുള്ളത് നമുക്കിപ്പോൾ പറ്റില്ല. ഈ 3 MLA-മാരുള്ളവരെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല, നമുക്കറിയാമല്ലോ രാഷ്ട്രീയമായ കാരണം. സാർ, അങ്ങ് നേരത്തെ NCPയുടെ കാര്യം പറഞ്ഞു, ശരത് പവാറിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവർ MP കൂടിയാണ്. അവർക്ക് എത്ര ആണ് ഉള്ളത്? MP-മാരുടെ എണ്ണം 8 പേരുണ്ട്. ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഒരു ക്യാബിനറ്റ് പദവി കൊടുക്കാറുള്ളൂ. കാരണം ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ളവരെ ശ്രദ്ധിച്ച് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. കാരണം ആ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അത്രയും കഴിവുള്ള ഒരാളിനെ മാത്രമേ കൊടുക്കൂ. സഹമന്ത്രി സ്ഥാനം ഓഫ് കോഴ്സ് സാധ്യത തീർച്ചയായിട്ടും അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ്. ഇതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇന്ത്യ മുന്നണിക്ക് തലയ്ക്കടിയേറ്റ പോലൊരു അനുഭവമായിരിക്കും ഈ ദ്രാവിഡ പാർട്ടിയുടെ ഈ ഒരു ചുവടുമാറ്റം എന്നുള്ള. ചുവടുമാറ്റമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ ശരിയായിട്ടുള്ള ഒരു ചുവടുവയ്പ് എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും നരേന്ദ്രമോദി എക്കാലവും ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഷഫ്ലിങ്ങിലും മന്ത്രിസഭാ വികസനത്തിലും
അങ്ങനെ ഒരു അത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ചാണക്യൻ, അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ചാണക്യൻ സാക്ഷാൽ അമിത്ഷായാണ്. അമിത്ഷായുടെ ബുദ്ധി അങ്ങനെയാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അദ്ദേഹം മാനത്ത് കാണുന്ന ആളാണ് എന്ന് പൊതുവെ പറയുന്നു. എന്തായാലും ഒരു നല്ല ഷഫ്ലിംഗ് ഉണ്ടാകട്ടെ. അതിൽ അങ്ങ് കേരളത്തിനും ഒരു പ്രയോജനം അത് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന് ഒരു നല്ല ഒരു അവസരം. ഇപ്പം തന്നെ കേരളത്തിൽ നിന്നൊരാൾ സഹമന്ത്രിയാണ്, ജയിച്ചു വന്ന ഒരാൾ സഹമന്ത്രിയാണ്. എന്നാലും അങ്ങ് പറഞ്ഞതുപോലെ ഒരു ന്യൂനപക്ഷ മുഖം കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ BJP തയ്യാറായാൽ അതൊരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. മികച്ച ആൾക്കാരൊക്കെ BJPക്ക് ഉണ്ട്. ശോഭാ സുരേന്ദ്രനും അങ്ങ് പറഞ്ഞ PK കൃഷ്ണദാസും ആരും മോശക്കാരല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ന്യൂനപക്ഷ മുഖം കൊണ്ടുവരാനുള്ളൊരു പരിശ്രമം BJP നടത്തിയേക്കും എന്ന് അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ന്യൂനപക്ഷ മുഖമാണല്ലോ ദേശീയ വൈസ് പ്രസിഡന്റായിട്ട് നല്ല പൊസിഷൻ. അതെ, നല്ല പൊസിഷൻ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത വീണ്ടും തെളിഞ്ഞു വന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എത്രയും പെട്ടെന്ന് ഈ ശുഭവാർത്ത പുറത്തു വരട്ടെ എന്ന് കരുതാം. നന്ദി, നമസ്കാരം.